കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും വയനാടിന്റെയും പേര് പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിലെ ഒരു വേദിയിൽ ഉന്നയിക്കുക. രാജ്യമെങ്ങും അത് ചർച്ചയാവുക. ഒട്ടും പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്കാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. ബംഗാളിലെ കോൺഗ്രസ്, CPIM കുറുമുന്നണി, തമിഴ്നാട്ടിൽ DMK തണലിലുള്ള വിശാല മുന്നണി, ഇവയുടെ രണ്ടിന്റെയും അസ്തിത്വം തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. उनके एक साथी केरल के मुख्यमंत्री ने जो शाहजादे को सुनाई है, मैं भी कभी ऐसी भाषा नहीं बोलता हूँ, ऐसी भाषा बोली है उन्होंने. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഞാനെന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നതിലും വലിയ വിമർശനം ഉന്നയിക്കുന്നത് ആരാണ്? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇനി എന്ത് സംഭവിക്കും? अब जैसे इन्होंने अमेठी से भागना पड़ा, अमेठी छोड़ा, अब मान के चलिए वो वायनाड भी छोड़ेंगे. അമേഠിയിൽ നിന്ന് തോറ്റോടിയതുപോലെ വയനാട്ടിൽ നിന്നും ഓടേണ്ടി വരും. ഇതാണ് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. മഹാരാഷ്ട്രയിലെ ഒരു വിദൂര നഗരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രസംഗിച്ചത്. അവിടെയാണ് വയനാടും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രചാരണ വിഷയമായത്. ഇന്ത്യ മുന്നണിയുടെ നെഞ്ചത്ത് തന്നെ കൊള്ളുന്നത് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മാത്രമല്ല. കേരള BJP president was caught with crores during the election. No action was taken on him. CPIM BJP ധാരണയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് തന്നെ പ്രിയങ്ക ഗാന്ധിയും ഇന്ന് ആവർത്തിക്കുന്നു. രാഹുലിന്റെയും പിണറായിയുടെയും പ്രിയങ്കയുടെയും വഴിയിൽ കത്തിയെടുത്ത് പരസ്പരം കുത്തുന്നത് മുന്നണി നേതാക്കൾ തന്നെയാണ്. തമിഴ്നാട്ടിൽ DMKയ്ക്ക് കീഴിൽ CPIMും കോൺഗ്രസും അച്ചടക്കത്തോടെ മുന്നേറുമ്പോഴാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഈ കടന്നാക്രമണം. ഞങ്ങൾ കോൺഗ്രസുകാർ ഉദയനിധി സ്റ്റാലിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല രേവന്ത് റെഡ്ഡി പറഞ്ഞത്, കേരളത്തിൽ വന്ന് പിണറായി വിജയൻ വർഗീയവാദിയാണെന്നും പറഞ്ഞു. അപ്പോൾ ആരാണ് ഈ രേവന്ത് റെഡ്ഡി? ഈ പറഞ്ഞ മുഖ്യമന്ത്രി RSSന്റെ കളരിയിലാണ് വളർന്നു വന്നത്, RSകാരനായിട്ട്. പഴയ SFIക്കാർ മാധ്യമങ്ങളിൽ എത്തുന്നത് മാത്രമല്ല, പഴയ ABVPക്കാർ കോൺഗ്രസിൽ എത്തുന്നതും പ്രശ്നമാണ്. നിങ്ങളെ മുത്തശ്ശിയില്ലേ ഈ രാജ്യത്താകെ അടക്കി കാണിക്കുന്ന കാലം, അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിച്ചത്. എത്ര കാലം? രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞതിനും മുഖ്യമന്ത്രിയുടെ ഈ മറുപടിക്കും അർത്ഥം ഒന്നേ ഉള്ളൂ. കേരളത്തിൽ കോൺഗ്രസിനും CPIMനും പരസ്പരം ആക്രമിക്കാതെ നിലനിൽക്കാൻ കഴിയില്ല. ഇരു പാർട്ടികളും രൂപപ്പെട്ടതും വളർന്നതും ഈ പരസ്പര ആക്രമണത്തിലൂടെ തന്നെയാണ്. നമ്മളൊരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്, കസവ് കെട്ടിയ പേടിത്തൊണ്ടന്മാർ. മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ്. ഇത് സംഭവിക്കുന്നത് കോൺഗ്രസിനും CPIMനും ഭരണമുള്ള കേരളത്തിലും തെലങ്കാനയിലുമാണ്. ഇവിടെ നിലനിൽപ്പ് പരസ്പരമുള്ള മത്സരത്തിലാണ്. കേരളത്തിൽ CPIMനെ വിമർശിക്കാതെ കോൺഗ്രസിന് നിലനിൽപ്പില്ല, തിരിച്ചും. ഈ പ്രതിസന്ധിയിൽ വെട്ടിലായി സ്വന്തം പതാക പോലും ബലി കൊടുത്തു നിൽക്കുന്ന ഒരു പാർട്ടിയുണ്ട്. നമ്മളൊരു പ്രകടന പത്രികയല്ലല്ലോ ചർച്ച ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പല്ലേ. ആ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോട് കടപ്പുറത്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് രാഹുൽ പറഞ്ഞിട്ട് പിന്നെന്താ രാഹുൽ ഇത് പറയാത്തത് എന്ന് ചോദിക്കുന്നത് ശരിയാണോ? പ്രകടന പത്രികയല്ല ചർച്ച ചെയ്യേണ്ടതെന്ന് മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നതും ഈ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം കൊണ്ടാണ്. അന്തം വിട്ട പ്രതികൾ എന്തും ചെയ്യും എന്നാണ് ഇതിനുള്ള പഴമൊഴി. ഇലക്ഷൻ ഡെസ്ക് 24. അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു വിഷയം അത് ഈ അവസാന ലാപ്പിൽ എത്തുമ്പോൾ അതൊരു മേജർ ചർച്ചയായി മാറുന്നു എന്നുള്ളതാണ് അല്ലേ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ ഈ നിലയിൽ ഒരു വിവാദത്തിലേക്ക് പോയിരുന്നില്ല. അന്ന് ഇന്ത്യ മുന്നണി എന്നൊരു സംഗതി ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനപ്പുറം അന്ന് രാഹുൽ ഗാന്ധി സംസ്ഥാന സർക്കാരിനെ അധികം ആക്രമിച്ചിരുന്നില്ല. ഈ ദിവസങ്ങളിലൊക്കെ ഇത് എൻ്റെ കുടുംബാംഗങ്ങളാണ്, ഇടതുമുന്നണി, ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നു, അവരുടെ ആശയങ്ങളോട് വിയോജിപ്പുണ്ട്, എങ്കിലും അവർ എൻ്റെ ഫാമിലി മെമ്പേഴ്സായാണ് കാണുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണി രൂപീകരണ സമയത്ത് തന്നെ ഉന്നയിക്കപ്പെട്ട ചോദ്യമാണിത്. എങ്ങനെയായിരിക്കും സംസ്ഥാനങ്ങളിൽ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് അല്ലേ? പക്ഷേ ഇത് കേരളത്തിൽ ഇത്രയും സങ്കീർണമായ ചർച്ചയിലേക്ക് ഈ പ്രശ്നം പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല. മാത്രമല്ല പ്രതീക്ഷിക്കാതെയാണ് BJP ഇത് ആയുധമാക്കുന്നതും അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവല്ലേ? അതെ, പോകാൻ മുമ്പ് ഒരുപാട് പേര് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഹായ് പറയുന്നുണ്ട്. വിജയകുമാറിന് പ്രത്യേകമായി മെൻഷനിങ് ഉണ്ട്. കാരണം ഒരു കാര്യം പറയുന്നുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് പോകാം നമുക്ക് അടുത്തിൽ. ഇന്നലെ വിജയകുമാർ തൃശ്ശൂർ പൂരത്തിൽ നിന്ന് മടങ്ങിയതോടെയാണ് കാര്യങ്ങളെല്ലാം അവിടെ അവതാളത്തിലായത്. അവിടെ നിന്നിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അടുത്ത പൂരത്തിന് വലിയ പ്രതീക്ഷ വെടിക്കെട്ടും കൂടി കഴിഞ്ഞിട്ടേ പോരുന്നുള്ളൂ. പ്രശ്നം ഉണ്ടാവാൻ നോക്കാം. അതെ, ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.